നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഡൽഹിയിൽ രണ്ടാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ടെസ്റ്റ് പോലെയല്ല, കുറച്ച് റെസിസ്റ്റൻസ് ബാറ്റ് കൊണ്ട് കാണിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ അത് മതിയാവുമെന്ന് തോന്നുന്നില്ല അവർക്ക് ഈ കളി രക്ഷിച്ചെടുക്കാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നായകൻ ശുഭ്മൻ ഗില്ല് സെഞ്ചുറി നേടി. പിന്നെ നമ്പർ 1 ഓൾറൗണ്ടർ ജഡേജ ബോൾ കൊണ്ട് 3 വിക്കറ്റുകൾ പിഴുതെടുത്തു. പൂർണ്ണമായിട്ടും കളി നമ്മുടെ വരുതിയിൽ തന്നെയാണ്. രണ്ടാം ദിവസത്തെ സ്റ്റംസിൻ്റെ സമയത്ത് വെസ്റ്റ് ഇൻഡീസ് 140-4 എന്ന നിലയിലാണ്. ഇന്ത്യ 518 റൺസിന് 5 എന്ന നിലയിലാണ് ഡിക്ലെയർ ചെയ്തിരുന്നത്. എന്ന് പറയുമ്പോൾ സ്റ്റിൽ 378 റൺസ് പുറകിലാണ് ആദ്യ ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസ് ഉള്ളത്. തീർച്ചയായിട്ടും ഈ കളി നമ്മുടെ കയ്യിലിരിക്കും. എന്നാലും വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ടെസ്റ്റിലെ മോശം ബാറ്റിംഗ് പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഈ ടെസ്റ്റിൽ ചില പോസിറ്റീവ് സൈനുകൾ കാണാനുണ്ട്. സ്റ്റിൽ അവർ ഒരു പക്ഷേ 200-നോ 250-നോ ഒക്കെ ഓൾ ഔട്ട് ആയേക്കും. എന്നാൽ പോലും ഇപ്പോൾ സ്വയം അപ്ലൈ ചെയ്ത് ടെസ്റ്റിൽ ബാറ്റ് ചെയ്യേണ്ട രീതി അങ്ങനെയാണല്ലോ. അങ്ങനെ ചില ശ്രമങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാതെ വയ്യ. ഇപ്പം നമ്മുടെ ഇന്നിങ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്ന് നമുക്ക് രാവിലെ തന്നെ യശസ്വി ജയ്സ്വാളിന് നഷ്ടമായി. നേരെ ഫീൽഡറുടെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം എന്തിനാണ് ആ റണ്ണിന് ഓടിയതെന്ന് അറിയില്ല. റണ്ണൗട്ടായിപ്പോയി. നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ഡബിൾ സെഞ്ചുറി കാത്തിരിക്കുകയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 175 റൺസിന് അദ്ദേഹം റണ്ണൗട്ടായിട്ട് മടങ്ങി. KL രാഹുൽ ഇന്നലെ തന്നെ ഔട്ടായിരുന്നല്ലോ, 54 പന്തിൽ നിന്ന് 38. അതുപോലെ സായ് സുദർശനും ഇന്നലെ ഔട്ടായിരുന്നു, 87 റൺസാണ് അദ്ദേഹം നേടിയിരുന്നത്. ഇന്നിപ്പോൾ ഗില്ലിന് കൂട്ടായിട്ട് ജയ്സ്വാൾ പോയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി എത്തി. നിതീഷ് കുമാർ 54 പന്തിൽ നിന്ന് 43 റൺസ് അടിച്ചപ്പോൾ ധ്രുവ് ജുറൽ 79 പന്തിൽ നിന്ന് 44 റൺസ് അടിച്ചു. എടുത്ത് പറയേണ്ട പ്രകടനം നായകൻ ശുഭ്മൻ ഗില്ലിൻ്റേതാണ്. അദ്ദേഹം 196 പന്തുകൾ നേരിട്ട് 16 ഫോറും 2 സിക്സും അടക്കം 129 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അങ്ങനെയാണ് നമ്മൾ 518-5 എന്ന നിലയിൽ രണ്ടാം സെഷൻ്റെ ഏതാണ്ട് ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതേസമയം മറ്റൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അതായത് കിങ്ങിനൊപ്പം എത്തിയിരിക്കുന്നു നമ്മുടെ പ്രിൻസ് എന്നുള്ളതാണ്. അതായത് ഒരു കലണ്ടർ ഇയറിൽ ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റൻ എന്ന നിലയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ താരമെന്ന റെക്കോർഡ് വിരാട് കോഹ്ലിയുടെ പേരിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഈ വർഷം ശുഭ്മൻ ഗില്ലും എത്തിയിരിക്കുന്നു. കോഹ്ലി 2017-ലും 2018-ലും 5 ടെസ്റ്റ് സെഞ്ചുറികൾ ക്യാപ്റ്റനായിട്ട് നേടിയിരുന്നു. ഇപ്പോൾ 2025 ഇതാ 5 ടെസ്റ്റ് സെഞ്ചുറികളിലേക്ക് ഓൾറെഡി ശുഭ്മൻ ഗില്ലും എത്തിയിരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി, ക്യാപ്റ്റൻ നിലയിൽ ശുഭ്മൻ ഗില്ല് പൊളിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിലും ഈ സീരീസിലുമായിട്ട് 7 ടെസ്റ്റുകളിൽ നിന്ന് 933 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 84.81 ആവറേജിലാണ് ഈ ബാറ്റിംഗ് പ്രകടനം വരുന്നത്. 5 സെഞ്ചുറികളും ഒരു 50യും അതിൽ പിറന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻസി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലോങ്ങർ ഫോർമാറ്റിൽ ഒന്നുകൂടി മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വെസ്റ്റ് ഇൻഡീസിൻ്റെ മറുപടി ബാറ്റിങ്ങിലേക്ക് വന്നാൽ തുടക്കത്തിൽ തന്നെ അവർക്ക് ജോൺ ക്യാമ്പലിനെ നഷ്ടമായി. സ്കോർ ബോർഡിൽ അപ്പോൾ 21 റൺസേ ഉണ്ടായിരുന്നുള്ളൂ. ജോൺ ക്യാമ്പൽ 25 പന്തിൽ നിന്ന് 10 റൺസാണ് അടിച്ചത്. സഹ ഓപ്പണർ തെഗ്നാരായൺ ചന്ദ്രബോൾ 34 റൺസ് എടുത്ത് മടങ്ങി. അപ്പോൾ 87-2 എന്ന നിലയിലായി. പിന്നീട് അവർ 100 കടന്നു. ഒരു റെസിസ്റ്റൻസ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അവരുടെ പ്രധാന ബാറ്ററായിട്ടുള്ള അലിക് അത്തനൈസ് ഔട്ടാകുന്നത്. 84 പന്തിൽ നിന്ന് അദ്ദേഹം 41 റൺസ് അടിച്ചു. തൊട്ടു പിന്നാലെ റോസ്റ്റൻ ചേസ് ഡക്കായിട്ട് മടങ്ങി പോകുന്ന കാഴ്ച. കോട്ടാൻ ബൗൾഡായിട്ട് ജഡേജയാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത്. ഇപ്പോൾ ടെവിൻ ഇംലാച്ച് 14 റൺസുമായിട്ടും അതുപോലെ ഷായ് ഹോപ്പ് 31 റൺസുമായിട്ടും ക്രീസിലുണ്ട്. സ്റ്റംസിൻ്റെ സമയത്ത് അവർ 144 എന്ന നിലയിലാണ്. സ്റ്റിൽ അവർ 378 റൺസ് പുറകിലാണ്. ഇന്ത്യക്ക് വേണ്ടി ജഡേജ 14 ഓവറുകളിൽ 37 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ കുൽദീപ് 1 വിക്കറ്റും എടുത്തു. തീർച്ചയായിട്ടും ഈ കളി നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നാളെ ഒരു പക്ഷേ അവർ ആദ്യ സെഷനിൽ തന്നെ ഓൾ ഔട്ട് ആക്കാൻ കഴിഞ്ഞേക്കും. ഒരു 200-നോ 250-നോ അപ്പുറത്തേക്ക് അവർ പോകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ പിന്നെ അസാമാന്യമായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പ് അവർ നടത്തണം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.